ബ്രിട്ടൻ 2016 യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഇറങ്ങിപ്പോരാനുള്ള ചരിത്രപരമായ തീരുമാനമെടുക്കുന്നത്. ബ്രെക്സിറ്റ് എന്നായിരുന്നു അതിനെ വിശേഷിപ്പിച്ചത്. പക്ഷേ ആ ബ്രെക്സിറ്റിന് ശേഷം ഒരു 10 വർഷം കഴിയുമ്പോൾ രാജ്യം പ്രതീക്ഷിച്ചതെന്തായിരുന്നോ അതിലേക്ക് എത്തിച്ചേരാൻ രാജ്യത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഭരണപരമായ ഒരു വലിയ പ്രതിസന്ധി, രാഷ്ട്രീയപരമായ പ്രതിസന്ധി, അതിൻ്റെ കാലുഷ്യത്തിലൂടെയൊക്കെയാണ് ഈ കഴിഞ്ഞ 10 വർഷത്തിലൂടെ ആ രാജ്യം കടന്നുപോയത്. എന്ന് വെച്ചാൽ 6 പ്രധാനമന്ത്രിമാർക്കാണ് അവിടെ രാജിവെക്കേണ്ടി വന്നത്. ഇപ്പോൾ ആഴ്ചകൾക്ക് മുമ്പ് മാത്രമാണ് ഏറ്റവും ഒടുവിലത്തെ രാജി ഉണ്ടായത്, കെയർ സ്റ്റാമറും. അപ്പോൾ ഈ കുടിയേറ്റത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്നൊക്കെ നിലപാടിൻ്റെ പുറത്താണ് അന്ന് ആ ഹിതപരിശോധനയിൽ ആളുകൾ വലിയ തോതിൽ ഇതിനനുകൂലമായി വോട്ട് ചെയ്തത്. പക്ഷേ ആ ആളുകൾക്ക് തന്നെ ഒരു മാനസാന്തരം ഉണ്ടാകുന്നു എന്നൊരു ചോദ്യം ഇപ്പോൾ അവിടെയുണ്ട്. ബ്രിട്ടനിലെ തന്നെ ജനങ്ങൾക്കിടയിൽ യൂറോപ്യൻ യൂണിയനിലേക്ക് തിരിച്ചു പോകണമെന്ന് വലിയ ആഗ്രഹമുള്ള കുറേ അധികം ആളുകളുണ്ട് എന്ന് കരുതുകയാണ്. അപ്പോൾ എന്താണ് ബ്രിട്ടനിൽ ഇത് സംബന്ധിച്ച് നടക്കുന്നതെന്ന് കൂടി സംസാരിക്കണം നമ്മൾ. അവസാനം അപ്പോൾ അന്ന് ബ്രെക്സിറ്റ് ഒരു ചരിത്രപരമായ അബദ്ധമായിരുന്നു എന്നൊരു തോന്നൽ അവിടുത്തെ ജനങ്ങൾക്ക് വന്നു എന്ന് കരുതണമോ, അതോ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എവിടെയായിരിക്കാം പരാജയപ്പെട്ടു പോയത്? അല്ല, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ള ആദ്യം അതറിയില്ലല്ലോ. ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ബ്രെക്സിറ്റ് 10 വർഷം മുമ്പ് ബ്രെക്സിറ്റ് പോള് ഹിതപരിശോധന നടക്കുമ്പോൾ തന്നെ ആ ഹിതപരിശോധനയെക്കുറിച്ച് തന്നെ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വിമർശനം, അതൊരു മാനിപ്പുലേറ്റഡ് റിസൾട്ടായിരുന്നു. എന്നുവെച്ചാൽ നമ്മുടെ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് മാതിരി എന്നുള്ളതല്ല, ആ ഹിതപരിശോധന നടക്കുന്ന സമയത്ത് ചില സോഷ്യൽ മീഡിയ ടൂളുകൾ ഉപയോഗിച്ച് ഈ എന്തായാലും ഒരു അൽഗോരിതമൊക്കെ ഉപയോഗിച്ച് ആളുകളുടെ മനസ്സിനെ ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള വളരെ വളരെ ബോധപൂർവമായിട്ടുള്ള ചില ശ്രമങ്ങൾ, മസ്തിഷ്ക പ്രക്ഷാളന ശ്രമങ്ങൾ നടന്നുവെന്നും അതിൻ്റെ കൂടെ അത് വലിയൊരു മെജോറിറ്റിയിലൊന്നും അല്ലല്ലോ ബ്രെക്സിറ്റ് ഇത് വരുന്നത്. അപ്പോൾ അതാണ് എന്ന വിമർശനം അന്ന് തന്നെ ഉണ്ടായിരുന്നു. എഗൻ അന്ന് നോക്കൂ, ഇപ്പോൾ സ്കോട്ട്ലൻഡ് യു കെ എന്ന് പറയുന്നത് ഒരു മൾട്ടിനാഷണൽ സ്റ്റേറ്റാണ്. എത്രയാണ്? UK, വെയിൽസ്, നോർത്തേൺ അയർലൻഡ്, സ്കോട്ട്ലൻഡ്, അല്ലേ? ഈ 4 രാജ്യങ്ങൾ ചേർന്നിട്ടുള്ള ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലൻഡ്, നോർത്തേൺ അയർലൻഡ്. ഇതിൽ നോക്കൂ, ഇംഗ്ലണ്ടിലും വെയിൽസിലുമുള്ള റിസൾട്ടല്ല നോർത്തേൺ അയർലൻഡിലും മറ്റിടത്തും ഉണ്ടായിട്ടുള്ള. സ്കോട്ട്ലൻഡിൽ മഹാഭൂരിപക്ഷം ജനങ്ങൾ നമ്മൾ EU തുടരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്കോട്ട്ലൻഡുകാർ അപ്പോഴും ഇപ്പോഴും പറയുന്ന കാര്യമുണ്ട്, നിങ്ങളുടെ കൂടെ വന്നിട്ട് ഞങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്ലോബൽ മാർക്കറ്റ് ഞങ്ങൾ ഐസൊലേറ്റ് ചെയ്യപ്പെടുകയാണ്, ഈ പണിക്ക് ഞങ്ങൾ കിട്ടില്ല. എഗൻ നോക്കുക, 2018 അവർ സ്വതന്ത്ര രാജ്യമാണെന്ന് പറഞ്ഞിട്ട് ഹിതപരിശോധന നടത്തിയാണ് സ്കോട്ട്ലൻഡ്. വീണ്ടും ഹിതപരിശോധന നടത്തണം എന്ന ആവശ്യം അവിടെ ശക്തമായിട്ട് വരികയാണ്. അവിടുത്തെ ഭരണകക്ഷി തന്നെ സ്കോട്ട്ലൻഡ് സോഷ്യലിസ്റ്റ് പാർട്ടി തന്നെയാണ് ആ ആവശ്യം ഉന്നയിക്കുന്നത്, നാഷണലിസ്റ്റ് പാർട്ടി, സ്കോട്ട്ലൻഡ് നാഷണൽ പാർട്ടി. അപ്പോൾ ഈ അന്നത്തെ ആ റഫറൻഡം തന്നെ പ്രശ്നമാണ് എന്നൊരു വിമർശനം അന്ന് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ 10 വർഷം കഴിയുമ്പോൾ ഒരു പുതിയൊരു വാക്ക് ബ്രിട്ടനിൽ വന്നിട്ടുണ്ട്, ബ്രിഗ്രെറ്റ് എന്ന് പറഞ്ഞാൽ ബ്രെക്സിറ്റിൻ്റെ പേരിൽ റിഗ്രറ്റാണ്. ആ ബ്രിഗ്രെറ്റ് ഇപ്പോൾ ഈ 2-3 ദിവസം മുമ്പാണ് പുതിയ 10 വർഷം കഴിഞ്ഞുള്ളിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഏജൻസി പോളിംഗ് നടത്തുന്നു. 55% ആളുകളും അതും തെറ്റായിപ്പോയി. നമ്മൾ EUവിലേക്ക് റീആക്സഷൻ എടുക്കണം എന്ന അഭിപ്രായമാണുള്ളത്. അപ്പോൾ അതെന്തുകൊണ്ട് എങ്ങനെ ബ്രെക്സിറ്റ് സംഭവിച്ചു, ഇപ്പോൾ ആളുകൾ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു, അതൊരു വിഷയം. ഇപ്പോൾ നമ്മൾ EU എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് ആലോചിക്കണം. EU എന്ന് പറയുന്നത് എന്താണ്? ലോകത്തെ ഏറ്റവും വലിയ ബിഗസ്റ്റ് മാർക്കറ്റ്, ലോകത്തെ ഏറ്റവും വലിയൊരു മാർക്കറ്റാണത്. EU രൂപപ്പെടുന്നൊരു സാഹചര്യം ആലോചിക്കുക. 1945 2ാം ലോക മഹായുദ്ധം അവസാനിക്കുന്നു. 2ാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ കാരണം? ഈ ഹൈപ്പർ നാഷണലിസം, ഉന്മാദ ദേശീയതയുടെ റിസൾട്ടാണ് എന്ത്? 1ാം ലോക മഹായുദ്ധം അത് തന്നെ, 2ാം ലോക മഹായുദ്ധം അത് തന്നെ. ഈ ഹൈപ്പർബോളിക്, ഹിസ്റ്റീരിക്, അപസ്മാര ദേശീയത അതിൻ്റെ സർവ്വവും പുറത്തെടുത്ത സന്ദർഭമാണ്, അല്ല അതിൻ്റെ റിസൾട്ടാണ് 2ാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ദ മോസ്റ്റ് ഡെവസ്റ്റേറ്റഡ് ജിയോഗ്രഫി എന്ന് വെച്ചാൽ അത് യൂറോപ്പാണ്. യൂറോപ്പ് അതിന് കരകയറി ഒരുതരം വല്ലാത്തൊരവസ്ഥയിലാണ്. ഡെവസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഡെവസ്റ്റേഷൻ മാത്രമല്ല, അവരുടെ ഒരു മാനസിക ഘടനയിൽ, രാഷ്ട്രീയ ഭാവനയിൽ, എല്ലാറ്റിലും വലിയ അന്താളിപ്പും അമ്പരപ്പും വാട്ട്സ് വേ അഹെഡ് എന്ന് പറയുന്ന ചിന്തയും എല്ലാം കൂടെ നടന്നുള്ള ഒരു കയോട്ടിക് സെനാരിയോ. ആ സമയത്താണ് 1950 ഈ അന്നത്തെ ഫ്രഞ്ച് ഫോറിൻ മിനിസ്റ്റർ ആയിരുന്ന റോബർട്ട് ഷൂമാൻ, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ളൊരു പ്രസംഗം, അദ്ദേഹം അതിൽ പറയുന്നൊരു കാര്യമുണ്ട്. നമുക്ക് അന്ന് ഏറ്റവും ബിറ്റർ എനിമീസായിട്ട് നിൽക്കുകയാണ് ഫ്രാൻസും വെസ്റ്റ് ജർമ്മനിയും. ജർമ്മനിയുടെയും ഫ്രാൻസിൻ്റെയും കയ്യിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റീൽ കോൾ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ, പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ് ഉള്ളത്. അയാൾ പറയുകയാണ്, നമുക്ക് എന്ത് ചെയ്യാണ്,
നമുക്ക് ഈ പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ് എന്ത് ചെയ്യുക, യോജിപ്പിക്കാം. നമ്മൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ, ഇതിൻ്റെ പിന്നെ എന്താണ് ഖനനവും പ്രൊഡക്ഷനും ഇതിൻ്റെ ഇൻഡസ്ട്രി എന്നൊക്കെ ഒരു സിംഗിൾ യൂണിറ്റ് ആക്കി മാറ്റാം. എന്തിനാണെന്നറിയോ? അങ്ങനെ ഒരു യൂണിറ്റ് ആക്കി മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഭാവിയിൽ നമ്മൾ തമ്മിൽ യുദ്ധം ഉണ്ടാവില്ലല്ലോ. ഒരു അടിപൊളി ഐഡിയ ആണല്ലോ. എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്? ഓയിലിന് വേണ്ടി. അന്ന് ഓയിൽ, യൂറോപ്പിനെ സംബന്ധിച്ച് ഓയിലില്ല, കോൾ, സ്റ്റീൽ പ്രധാനപ്പെട്ട അവരുടെ വസ്തുക്കളാണ്. അപ്പോൾ നമ്മളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ. നമ്മളിത് രണ്ടും എന്ത് ചെയ്യുക, ഒരു കമ്പനിയാക്കി മാറ്റും, ഒരു പ്രൊഡക്ഷൻ, ഒരു യൂണിറ്റ് ആക്കി മാറ്റും. എന്നാൽ പിന്നെ നമ്മളൊരു കാലത്ത് യുദ്ധം ചെയ്യില്ലല്ലോ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് സംരക്ഷിക്കുക എന്ന് മാത്രമല്ല, പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയുകയും ഔട്ട്പുട്ട് കൂടുകയും ചെയ്യും, യുദ്ധം ഉണ്ടാവില്ല. അദ്ദേഹം ഒരു പ്രസംഗത്തിലൊരു ആശയം മുന്നോട്ട് വെക്കുകയാണ്. അത് വളരെ എളുപ്പം സ്വീകരിക്കപ്പെട്ടു. എനിക്ക് 1951 52 ആയിട്ടാണ് പിന്നെ അവർ ഒരു സംഘടന ഒരു സംവിധാനം, എന്താണ് SCEC എന്ന് പറഞ്ഞിട്ട്, പിന്നെ കോൾ ആൻഡ് സ്റ്റീൽ ആൻഡ് കോൾ കൺസ്ട്രക്ഷൻ, സ്റ്റീൽ ആൻഡ് കോൾ എക്കണോമിക് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കുകയാണ്. അതാണ് പിന്നെ വികസിച്ചിട്ട് ഒരു 10 വർഷമൊക്കെ ആകുമ്പോഴേക്കും അത് വികസിക്കുകയാണ്. 6 രാജ്യങ്ങൾ ചേർന്നിട്ട് യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി എന്നുണ്ട്, EEC എന്നുണ്ട്, ഒരു വലിയ സംവിധാനമായി മാറുകയാണ്. അതിൽ നിന്ന് ഫ്രാൻസിനും വെസ്റ്റ് ജർമ്മനിക്കും പുറമെ ഇറ്റലി, ലക്സംബർഗ്, നെതർലാൻഡ്സ്, പിന്നെയും ഒരു രാജ്യം കൂടെ അതിനകത്ത് ചേരുന്നുണ്ട്. അങ്ങനെ 6 രാജ്യങ്ങൾ. അതാണ് ഇതിൻ്റെ ഒരു കോർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന, യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനമായിട്ട് വളരുന്നു. പിന്നെ ആ യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റിയിലേക്ക് കൂടുതൽ രാജ്യങ്ങൾ വരുന്നു. 70s ആകുമ്പോഴേക്ക് വലിയ തോതിൽ UK വരുന്നു, മറ്റു പല രാജ്യങ്ങൾ വരുന്നു. അത് വലിയൊരു സംവിധാനമായി മാറുന്നു. 93 അത് യൂറോപ്യൻ യൂണിയൻ എന്ന പേരുള്ള ഇന്ന് നമ്മൾ കാണുന്ന സംവിധാനത്തിലേക്ക് വരുന്നത്. അതിനിടയിൽ വേറെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റ് നടക്കുന്നത് 85 ഷെങ്കൻ ഡിക്ലറേഷൻ നടക്കുന്നത്. ലക്സംബർഗിലെ ഒരു ചെറിയൊരു റിസോർട്ട് ആണ്, ഒരു റിസോർട്ട് വില്ലേജാണ് ഷെങ്കൻ എന്ന് പറയുന്നത്. അവിടെ ഇവരൊക്കെ യോഗം ചേർന്നിട്ട് നമ്മൾ എന്തിനാണ് ഇപ്പോൾ ഓരോ രാജ്യത്തും മറ്റൊരു രാജ്യത്തേക്ക് കടക്കുമ്പോൾ കസ്റ്റംസ്, വിസ, പാസ്പോർട്ട്, കുന്ത്രാണ്ടം, എന്തോരം സമയം, എന്തോരം സംവിധാനങ്ങൾ, അതിനുവേണ്ടി എന്തോരം കോസ്റ്റ്, ഇതെന്തിനാണിത്? നമുക്ക് ബോർഡർലെസ് ട്രാവൽ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്, അതാണ് ഷെങ്കനിൽ വെച്ച് ആ ഒരു ഐഡിയ അവർ ആലോചിക്കുന്നു. അങ്ങനെയാണ് ഷെങ്കൻ വിസ എന്ന് പറയുന്ന ഒരു സംഗതി വരുന്നത്. ഒറ്റ കാര്യം ആലോചിച്ച് നോക്കുക, നീ ഇവിടെ GCCയിൽ വർക്ക് ചെയ്തല്ല, അവിടെ ബഹ്റൈൻ എന്ന് പറയുന്ന രാജ്യം, നമ്മുടെ ഒരു താലൂക്കിൻ്റെ വലുപ്പമുള്ള രാജ്യം, അവിടെ നിന്ന് പാലം കടന്ന് സൗദിയിലേക്ക് പോകണമെങ്കിൽ എന്തോരം പണിയാണ്. ഈ പറയുന്ന സ്റ്റാമ്പ് ചെയ്യൽ, അത് ഇത് കുത്തൽ. ഈ GCC എന്ന് പറയുന്നത് ആലോചിക്കുക, ഒരേ ഭാഷ, ഒരേ സംസ്കാരം, ഒരേ മതം, ഇതുള്ള ഒരു പ്രദേശത്ത് പോലും അവർക്ക് ഈ കുഞ്ഞു രാജ്യങ്ങളിൽ അടുത്തൊരു രാജ്യത്തേക്ക് കടക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന എല്ലാ പ്രൊസീജിയേഴ്സുകളാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു ലോകഘടനയിലാണ് ഇവർ ഷെങ്കൻ എന്ന് പറയുന്നൊരു ഐഡിയ കൊണ്ടുവരുന്നത്. നമ്മൾ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ നോക്കും, അവിടെ ഒരേ ഭാഷയല്ല, ഒരേ സംസ്കാരമല്ല, ഒരേ മതമായിരിക്കും, പക്ഷേ പല സബ് നാഷണൽ ആയിട്ട് എടുക്കാൻ നമുക്കൊന്ന് യാത്ര ചെയ്യാമെന്നേ എന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ അവിടെയാണ് ഷെങ്കൻ വിസ വരുന്നു, ദെൻ യൂറോപ്യൻ യൂണിയൻ വരുന്നു, യൂറോപ്യൻ പാർലമെൻറ്റ് വരുന്നു. എന്ന് പറഞ്ഞാൽ ഇതൊരു ഇക്കണോമിക് കമ്മ്യൂണിറ്റി ആയിട്ട്, യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി ആയിട്ടാണ് തുടങ്ങുന്നത്. കോൾ ആൻഡ് സ്റ്റീൽ പ്രൊഡക്ഷന് വേണ്ടിയാണ് ആരംഭിക്കുന്നത്, പിന്നെ എക്കണോമിക് കമ്മ്യൂണിറ്റിയായി മാറുന്നു. അതെന്താണെന്ന് വെച്ചാൽ അതൊരു വലിയൊരു പൊളിറ്റിക്കൽ യൂണിറ്റായി മാറുകയാണ്. അപ്പോൾ അവരുടെ ഈ പറയുന്ന എക്കണോമിക് ആക്ടിവിറ്റി, പ്രൊഡക്ഷൻ എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് പൊളിറ്റിക്സ്, ലോ, ജുഡീഷ്യറി, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളിലും പൊതുവായ നിയമങ്ങൾ, പൊതുവായ തത്വങ്ങൾ എന്ന് പറയുന്ന അതാണ് യൂറോപ്യൻ യൂണിയൻ ചാപ്റ്റേഴ്സ് ആണ്. അറൗണ്ട് 35 ചാപ്റ്റേഴ്സ് ആർ ദെയർ. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ, ഒരു രാജ്യം യൂറോപ്യൻ യൂണിയനിൽ ആക്സഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ആക്സഷൻ ചാപ്റ്റേഴ്സ് എല്ലാം ക്ലോസ് ചെയ്യണം. എല്ലാം എന്താണ്, ഓരോന്നോരോന്ന് ടിക്ക് ചെയ്ത് പോകണം. എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം അതിലേക്ക് ചേരണമെങ്കിൽ അവിടുത്തെ ലോസ് എന്താണ്, എത്രത്തോളം ഹ്യൂമൻ റൈറ്റ്സ് ഇൻഡെക്സുകളുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. ഇല്ല, യൂറോപ്യൻ യൂണിയൻ അവരുടെ 35 ചാപ്റ്റേഴ്സിൽ വെച്ചിട്ടുള്ള അതിൻ്റെ ആ ക്രൈറ്റീരിയ ഉണ്ട്, അത് എത്രത്തോളം മീറ്റ് ചെയ്യുന്നു, അവിടുത്തെ ലോസ് എത്രയൊക്കെയാണ്. ഇപ്പം അത് നമുക്ക് മനസ്സിലാണെങ്കിൽ നമ്മുടെ രാജ്യം യൂറോപ്യൻ യൂണിയനായിട്ട് കഴിഞ്ഞ വർഷം FTA അഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. അത് മെറ്റീരിയലൈസ് ചെയ്യാൻ വർഷങ്ങളെടുക്കും. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരുപാട് എത്രത്തോളം മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. വിടുന്ന വലിയൊരു സംഗതിയാണ്, വലിയൊരു മാർക്കറ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് കിട്ടുകയാണ് ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് വരുന്നതോടുകൂടി. പക്ഷേ അതേസമയം നമ്മളൊരു ഷൂ ഇവിടുന്ന് കയറ്റി വയ്ക്കുകയാണ്, ഇന്ത്യൻ പ്രോഡക്റ്റായുള്ളൊരു ഷൂ യൂറോപ്യൻ ഈ FTA പ്രകാരം യൂറോപ്പിലേക്ക് കയറ്റി വയ്ക്കുകയാണ്. ചുമ്മാ കയറ്റി വെച്ചാൽ പോരെ, ഷൂവിന് ക്വാളിറ്റി ഉണ്ടായാലും പോരാ. ഈ ഷൂയുടെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ അവിടുത്തെ ലേബർ ലോസ് എന്താണ്, ഈ നാട്ടിലെ ലേബർ ലോസ് എന്താണ് പ്രധാനമാണ്. ആ പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഏതെങ്കിലും നിലക്കുള്ള വയലേഷൻസ് നടക്കുന്നുണ്ടോ, വയലേഷൻസ് ഇൻ ദ സെൻസ് യൂറോപ്യൻ യൂണിയൻ സ്റ്റാൻഡേർഡ്സ് ആയിട്ട് മീറ്റ് ചെയ്യാത്ത, നിങ്ങൾ ഈ ഷൂ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ്
അത് ഏതെങ്കിലും നിലക്കുള്ള കാർബൺ എമിഷൻ, അതിൻ്റെ പ്രൊഡക്ഷനിൽ കാർബൺ എമിഷൻ്റെ ആ സ്റ്റാൻഡേർഡ്സ് എന്താണ്, അതിന് മെട്രിക്സ് എന്താണ്, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ്, അത് ഏതെങ്കിലും നിലക്കുള്ള എൻവയോൺമെൻറ്റൽ ലോസിനെ വയലേറ്റ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കുറേ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. 35 ചാപ്റ്റേഴ്സാണ് ഈ യൂറോപ്യൻ യൂണിയൻ ആക്സസിൽ. ഇതിനെല്ലാം മീറ്റ് ചെയ്യുമ്പോഴാണ് അവരുള്ളൊരു ഫ്രീ ട്രേഡ് പോലും സാധ്യമാകുന്നത്. അങ്ങനെ ഞാൻ എന്ന് വെച്ചാൽ ഈ ദേശീയതയാൽ തകർക്കപ്പെട്ട ഒരു ജനത ദേശീയതയുടെ അതിരുകളെ ഭേദിക്കുന്ന ഒരുപക്ഷെ ആധുനിക മനുഷ്യഭാവനയിൽ രൂപപ്പെട്ട ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എൻഡവർ എന്ന് പറയാവുന്ന സംഭവമാണ് യൂറോപ്യൻ യൂണിയൻ്റെ രൂപീകരണം എന്ന് പറയുന്നത്. ദേശീയത ഉണ്ടോ? ഉണ്ട്. ഈ യൂറോപ്യൻ യൂണിയൻ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം യൂറോപ്പിലെ രാജ്യങ്ങൾ വീണ്ടും പലതും വിഘടിക്കപ്പെട്ടിട്ടുണ്ട്. ചെക്കും സ്ലൊവാക്യയും മാറിയിട്ടുണ്ട്. യുഗോസ്ലാവിയ ഏതാണ്ട് 10ഓളം രാജ്യങ്ങളായി മാറിയിട്ടുണ്ട്. അതൊന്നും യൂറോപ്യൻ യൂണിയനിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ പറയുന്നത് ഈ ദേശീയത അല്ലെങ്കിൽ ദേശീയ സ്വത്വം എന്ന് പറയുന്ന സംഗതി അവർ കൈവിട്ടിട്ടില്ല. പക്ഷേ അതേസമയം അതിനെ ട്രാൻസെൻഡ് ചെയ്യുന്ന സ്വഭാവത്തിൽ, അതിനെ മറികടക്കുന്ന സ്വഭാവത്തിൽ മനുഷ്യർക്ക് ഒന്നിക്കാമെന്നും മനുഷ്യർക്ക് ഇങ്ങനെ അതിരുകളില്ലാതെ സഞ്ചരിക്കാമെന്നും ചരക്കുകളുടെയും മനുഷ്യരുടെയും സേവനങ്ങളുടെയും സഞ്ചാരം സുഗമമായി നടക്കാമെന്നും അതിനൊരു വളരെ ഗംഭീരമായുള്ളൊരു പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, പൊളിറ്റിക്കൽ യൂണിറ്റാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ അനിതര സാധാരണമായ ഭാവനാസമ്പന്നമായിട്ടുള്ള ഒരു സൃഷ്ടിപ്പാണ് EUവിൻ്റെ രൂപീകരണം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സംവിധാനത്തിൽ നിന്നാണ് UK ഇറങ്ങിപ്പോകുന്നത്. എന്തിനാണ് അവർ ഇറങ്ങിപ്പോയത്? ഇറങ്ങിപ്പോയതിൻ്റെ സാഹചര്യം എന്താണ്? ഈ പറഞ്ഞ ഈ സർവ്വഭാവനകളോടും പുച്ഛം പുലർത്തുന്ന മനുഷ്യർ അവിടെ ശക്തിപ്പെട്ടു. ദാണ്ടേ നമ്മൾ യൂറോപ്യൻ യൂണിയനിൽ വന്നാൽ ഹിസ്പാനിക്കുകൾ വരും, റോമൻസ് വരും, മറ്റേ പോളണ്ട് എന്നൊക്കെയുള്ള അലവലാദികളൊക്കെ ഇവിടെ ധാരാളമായിട്ട് കയറി വരുന്നു എന്നൊക്കെയുള്ള ഒരുതരം ഈ പറയുന്ന വംശീയ ഡംപിൻ്റെ, വംശീയ വെറിയുടെ വലിയ പ്രചാരം സൃഷ്ടിച്ച് നമുക്ക് ഒരേ ഒരു രക്ഷയുള്ളൂ. എന്താണ്? നമ്മൾ ഐസൊലേറ്റഡ് ആവുക. ഈ പ്രൊട്ടക്ഷനിസം എന്ന് പറയുന്ന സംഭവം, നമ്മൾ മാറി നിൽക്കുക, നമ്മളുടെ ബോർഡറുകൾ ക്ലോസ് ചെയ്യുക. ഈവന്മാർക്ക് കണ്ട അലവലാദികളൊന്നും ഇടിച്ചു കയറി വരാൻ പറ്റുന്ന അവസ്ഥ അത് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇറങ്ങണം, നമ്മുടെ സർവ്വ കുഴപ്പത്തിനും കാരണം ഇതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വികാരം, സവിശേഷമായിട്ടുള്ള ഒരു ഒരു അപസ്മാരം ആ ജനതയുടെ ഒരു വിഭാഗത്തിൽ കുറച്ച് ആളുകൾ ചേർന്ന് സൃഷ്ടിച്ചു. അതിൻ്റെ റിസൾട്ടാണ് ബ്രെക്സിറ്റ്. അതിനുശേഷം സേഫ് പറഞ്ഞാൽ രാജ്യത്തിന് സ്റ്റെബിലിറ്റി ഉണ്ടായില്ല. 6 പ്രൈം മിനിസ്റ്റേഴ്സ് അല്ലേ മാറി വന്നിട്ടുള്ളത് ഈ ഒരു കാലയളവ്. 6 അല്ല തോന്നുന്നു, അതിൽ കൂടുതൽ വന്നു. 6 പേര് മാറി വന്നു. അവിടുത്തെ എക്കണോമിയുടെ സൈസ് കുറഞ്ഞു. അവിടുത്തെ നോക്കൂ, വിലക്കയറ്റം കൂടി, പല നിരക്കുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പ്യുവർ, നമ്മൾ പരിശുദ്ധരായി മാറി നിൽക്കണം എന്ന് പറയുന്ന വംശീയതയുടെ ഒരു ആശയം തന്നെയാണ് ബ്രെക്സിറ്റിന് മുന്നിൽ പ്രവർത്തിച്ചത്. നമുക്ക് ബ്രെക്സിറ്റ് വിജയിച്ചപ്പോൾ ഉടനെ ഫ്രാൻസിൽ മൂവ്മെൻറ്റ് വന്നു, ഫ്രക്സിറ്റ് നമുക്കും വേണം ഫ്രക്സിറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ മൂവ്മെൻറ്റ് വന്നു. അവിടെ അത് വിജയിച്ചില്ല. കാരണം ആ ജനതയെ അങ്ങനെ പറ്റിക്കാൻ പറ്റിയില്ല. കുറച്ച് ആളുകളുണ്ട്, ഈ മരിയ ലിപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് ടീംസ് അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഫ്രക്സിറ്റ് നടന്നില്ല. അപ്പോൾ ആധുനിക രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും ഭാവനാസമ്പന്നമായ, ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ളൊരു സൃഷ്ടിയായിരുന്നു യൂറോപ്യൻ യൂണിയൻ. മാത്രമല്ല, സെയിം കോയിൻ വരുന്നു, യൂറോ എന്ന് പറയുന്ന കോയിൻ വരുന്നു, യൂറോപ്യൻ പാർലമെൻറ്റ് വരുന്നു, പറഞ്ഞ ബോർഡർലെസ് ട്രാവൽ വരുന്നു. പക്ഷേ സേന വരുന്നു, ഈ സ്റ്റാൻഡേർഡ്സ് വരുന്നു, കോമൺ സ്റ്റാൻഡേർഡ്സ് വരുന്നു, എല്ലാ നിലക്കും. പക്ഷേ അതിനോട് പുറംതിരിഞ്ഞു നിന്ന ഒരു കൂട്ടം മനുഷ്യർ, അവർക്ക് കുറേ അധികം മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റി. അവരിപ്പം അതിൽ റിഗ്രറ്റ് ചെയ്യുന്നു. ബ്രിഗ്രാറ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ രൂപപ്പെടുന്നു. പക്ഷേ അത്ര എളുപ്പമല്ല. ആ ഒരു ആക്സഷൻ എന്ന് പറയുന്നത് അത് തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ജോബാണ്. ആക്സഷൻ അതിനേക്കാൾ വലിയ ഇതായിരിക്കും. പക്ഷേ ആ ജനതയിൽ തിരിച്ചറിവുണ്ടാകുന്നു എന്നുള്ളത് ആഹ്ലാദകരമായ കാര്യമാണ്. പക്ഷേ അത് യൂറോപ്യൻ യൂണിയനിലേക്കുള്ളൊരു തിരിച്ചുപോക്ക് UK ഇനി സാധ്യമാണോ? തിരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ അതൊട്ടും ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. തിരിച്ചു പോകണം എന്നുള്ള ആഗ്രഹ ചിന്തയുള്ള മനുഷ്യന്മാർ അവിടെ കൂടിക്കൊണ്ടിരിക്കുന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതുണ്ടാക്കുന്ന പൊല്ലാപ്പുകൾ എന്താണെന്ന് അനുഭവിക്കുന്ന ഒരു സമൂഹം നമുക്ക് തിരിച്ചു പോകുന്നതാണ് നല്ലത് എന്ന അഭിപ്രായമുള്ളവരുണ്ട്. റീജോയിൻ മൂവ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഭാഗമാണ്. പക്ഷേ ടെക്നിക്കലി അത്ര പോസിബിൾ കാര്യമില്ല. അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് തന്നെ ആ ഇറങ്ങി വരവ് പൂർത്തിയാക്കാൻ 3 പ്രധാനമന്ത്രിമാരുടെ കാലം എടുക്കേണ്ടി വന്നറിയാലോ. അത്രയും വലിയ പ്രോസസ്സാണ്. തിരിച്ചു ചെല്ലുക എന്ന് പറഞ്ഞതിനും ഇറങ്ങി ഒരു ദിവസം പോകുന്നതാണല്ലോ. തിരിച്ചു ചെല്ലുന്നതിനും അതിൻ്റേതായിട്ടുള്ള വലിയ സങ്കീർണതകളെ മറികടക്കേണ്ടി വരും. അങ്ങനെ ഒരു ആലോചന ഇവർ നടത്തുന്നത് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു പുതിയ സർക്കാർ മൊത്തത്തിലുള്ള പരിപാടികളൊന്ന് റീസെറ്റ് ചെയ്ത് യൂറോപ്യൻ യൂണിയനുമായിട്ട് കുറച്ചുകൂടി ആരോഗ്യകരമായ, കുറച്ചുകൂടി സ്മൂത്തായ, നമ്മൾ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് തന്നെ അവരുമായിട്ട് പഴയതിനോട് സമീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കുറച്ചുകൂടി ഓപ്പൺ ആയിട്ടുള്ള ഒരു ബന്ധം സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുക എന്നുള്ളത് പ്രായോഗികമായി വലിയ പ്രയാസം ഉണ്ടാക്കും എന്നുള്ളത് അവിടുത്തെ എല്ലാ മനുഷ്യന്മാരും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പം നേരത്തെ ദാവസായി പറഞ്ഞ പോലെ
മനുഷ്യ പുരോഗതിക്ക് വേണ്ട ഒരു കാര്യം അതിരുകളില്ലാതാവുകയാണെന്നാണ് പൊതുവായിട്ടുള്ള എല്ലാ ചിന്തകന്മാരും ദാർശനികന്മാരും എല്ലാം പറഞ്ഞിട്ടുള്ളത്. അതിരുകൾ ഉണ്ടാക്കുക, അതിദേശീയത, ഞങ്ങൾ നിങ്ങൾ, ഞങ്ങളുടെ പ്രൈഡ്, നിങ്ങളെ തോൽപ്പിക്കാൻ ഞങ്ങൾ, ഈ സംഗതികൾ മനുഷ്യ പുരോഗതിക്ക് തന്നെ ഏറ്റവും വലിയ അബദ്ധം ഉണ്ടാക്കുന്ന സംഗതിയാണ് എന്ന് പറയും. ശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ കണ്ടുപിടുത്തങ്ങളും അതിൻ്റെ നേട്ടങ്ങളും നിങ്ങൾ ഏതെങ്കിലും ഒരു നാട്ടിൽ മാത്രം കുരുക്കിയിട്ടാൽ മനുഷ്യൻ തോറ്റുപോകുമെന്ന് പറയില്ലേ, എന്നതുപോലെ അതും ശാസ്ത്രം എല്ലായിടത്തേക്കുമായി ഒഴുകി പരന്നുകൊണ്ടാണല്ലോ മനുഷ്യൻ ഒരുമിച്ച് വരാൻ പറ്റിയത്. സോ ഈ അതിരുകൾ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞ വലിയ കോൺസെപ്റ്റിൻ്റെ ഒരു ചെറിയ പതിപ്പെന്ന് കളിക്കാൻ കഴിയുന്ന ഒന്നാണ് യൂറോപ്യൻ യൂണിയൻ. നേരത്തെ പറഞ്ഞാൽ ഒരുപാട് ഗുണഗണങ്ങൾ അതിലുണ്ടായി. അവരുടെ വ്യാപാര രംഗത്ത്, അവരുടെ സഞ്ചാരത്തിന്, പരസ്പരമുള്ള മാൻ പവർ കൈമാറ്റത്തിന്, എല്ലാ തരത്തിലുമുള്ള വലിയ മാറ്റമുണ്ടാക്കിയ ഒന്നായിരുന്നു യൂറോപ്യൻ യൂണിയൻ. 27 രാജ്യങ്ങളുള്ള അതിശയകരമായ ഒരു സഖ്യം. അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ തീരുമാനിക്കുന്നതിന് പല ഘടകങ്ങളുണ്ട്. ഒന്നാമത്തേത് ഈ പറഞ്ഞ പോലുള്ള വംശീയ വരിയാണ്. കുടിയേറ്റക്കാരായ മനുഷ്യന്മാർ ഇവിടെ കയറ്റാൻ പറ്റില്ല. അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ്. ബ്രിട്ടൻ എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കരമായ ഒരു സാമ്രാജ്യത്വ പാരമ്പര്യമുള്ള രാജ്യമാണ്. ഞങ്ങൾ എത്ര രാജ്യങ്ങളെ കോളനിയിലാക്കി വെച്ചുകൊണ്ടിരുന്നത്, ഞങ്ങളൊരു പരമാധികാരിയായ രാജ്യമായിരുന്നു, ഞങ്ങൾ ലോകം നിയന്ത്രിച്ചവരാണ്. ഈ തന്നെ ബ്രെക്സിറ്റ് മൂവ്മെൻറ്റിന് മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളൊന്ന് ടേക്ക് ദ കൺട്രോൾ ബാക്ക് എന്നുള്ളതായിരുന്നു. നമ്മുടെ നിയന്ത്രണം നാം തിരിച്ചെടുക്കുക. നമ്മുടെ നിയന്ത്രണം നമ്മുടെ രാജ്യത്തിൻ്റെത് മാത്രമല്ല, നമ്മുടെ ലോകശക്തി എന്ന നിലയ്ക്ക് നമ്മൾക്ക് സവിശേഷമായി നിൽക്കേണ്ടതുണ്ട്. നമുക്കിതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഒരു കാര്യം ആലോചിക്കണം, 58% 52-48 അതിൻ്റെ റേഷ്യോ. 48% ആളുകൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു നാരോ എഡ്ജാണ്. എന്താണ് നമുക്ക് ഇത് വേണ്ട എന്ന തീരുമാനമെടുത്തു. നഗരവാസികളായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള വിദ്യാഭ്യാസമുള്ള മനുഷ്യന്മാർ മുഴുവൻ ഈ ചെയ്യുന്ന അബദ്ധമാണെന്ന നിലയ്ക്ക് വോട്ട് ചെയ്തവരാണ്. അതേസമയം ഈ ഗ്രാമീണ മേഖലയിലുള്ള കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇല്ല, ബ്രിട്ടൻ്റെ പ്രൈഡ് വീണ്ടെടുക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചു വരണം എന്ന അഭിപ്രായം രേഖപ്പെടുത്തി. അവസാനം സംഭവിച്ചത് എന്താണ്? ഏതെങ്കിലും നിലയ്ക്കുള്ള സാമൂഹികമായിട്ടുള്ള രാഷ്ട്രീയമായ ഗുണം ഉണ്ടാക്കിയോ? ഇല്ല. സാമൂഹികമായി ഭയങ്കരമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കി, എക്കണോമിക്കലി ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കി. കാരണം ഇപ്പം ചോദിച്ചാൽ യൂറോപ്പിൽ ബിസിനസ് നടത്തുന്ന ഒരു വലിയ വ്യവസായി അല്ലെങ്കിൽ ഒരു വമ്പൻ ഗ്രൂപ്പ് അവർ ബ്രിട്ടനിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് യൂറോപ്പിൽ ആകമാനം ബിസിനസ് നടത്താൻ വേണ്ടി ബ്രിട്ടനിൽ അവർക്കെല്ലാം ആസ്ഥാന മന്ദിരങ്ങളുണ്ടായിരുന്നു, ഓഫീസുകളുണ്ടായിരുന്നു. അവരവിടെ നിന്നെല്ലാം പറിച്ചുകൊണ്ട് പോയി. കാരണം ബ്രിട്ടനിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് യൂറോപ്പിലാകമാനം ഫ്രീ ട്രേഡ് നടത്താൻ പറ്റത്തില്ല. അവർ വേറെ രാജ്യത്തേക്ക് പോയി. ബ്രിട്ടനെ സംബന്ധിച്ചുണ്ടായ നഷ്ടം ചെറുതാണോ? അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നതിനുണ്ടായിട്ടുള്ള ഭയങ്കരമായ ഇടപാടുകൾ, സാങ്കേതികത്വങ്ങളെല്ലാം അതിൻ്റെ ഒരു സുഗമമായ സഞ്ചാരത്തെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തു. രാഷ്ട്രീയത്തിൽ ഈ പറഞ്ഞ അസ്ഥിരത ഉണ്ടായി. ആദ്യം ഇത് കൊണ്ടുവന്ന പ്രധാനമന്ത്രിക്ക് ഇത് നടപ്പിലാക്കാൻ പറ്റിയില്ല. പിന്നീട് വന്ന തെരേസ മേ അവർക്ക് നടപ്പിലാക്കാൻ പറ്റില്ല, അവരിറങ്ങിപ്പോയി. മൂന്നാമത്തെ പ്രധാനമന്ത്രിക്കാണ് നടപ്പിലാക്കാൻ പറ്റി. ഞാൻ നടപ്പിലാക്കാൻ വരികയാണെന്ന് പറഞ്ഞിട്ടാണ് ബോറിസ് ജോൺസൺ വരുന്നത്. എന്നിട്ട് അത് നടപ്പിലാക്കിയിട്ട് അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്ന സംഗതി കംപ്ലീറ്റ് പരാജയമായിരുന്നു. അദ്ദേഹത്തിന് ഇറങ്ങിപ്പോണ്ടി വരികയാണ്. പിന്നെ വന്ന ഏറ്റവും അവസാനത്തെ ഋഷി സുനക്ക് നമ്മൾ കൊണ്ടാടിയ ആളാണല്ലോ. എന്ത് സംഭവിച്ചത്? അപ്പോൾ പൊളിറ്റിക്കലി ഉണ്ടാക്കി വൻ ഡാമേജ് ഉണ്ടാക്കി, എക്കണോമിക്കലി വൻ ഡാമേജ് ഉണ്ടാക്കി, സാമൂഹ്യമായി എന്ത് ഡാമേജ് ഉണ്ടാക്കി നോക്കിയാൽ ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ സ്കോട്ട്ലൻഡ്, ഈ പരിപാടിക്ക് ഞങ്ങളെ സ്വതന്ത്രമാക്കിയൊക്കെ ഞങ്ങൾ പോയിട്ട് EU ചേരാമെന്ന് പറയാം അവർ. അല്ലെങ്കിൽ നോർത്തേൺ അയർലൻഡ് എന്ന് വെച്ചാൽ സാമൂഹികമായ ഐക്യം എന്ന് പറയുന്ന സംഗതി, അല്ലെങ്കിൽ ഉണ്ടാക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്ന ജനങ്ങൾക്കിടയിൽ ഐക്യം. ഇപ്പോൾ എന്ന് വെച്ചാൽ ഡിവൈഡ് ഉണ്ട്. നമുക്ക് തിരിച്ചു പോകണമെന്നും നമ്മൾ ഈ എടുത്ത തീരുമാനം തെറ്റാണെന്നും നമ്മൾ ഈ യൂറോപ്യൻ മേഖലയിൽ ഒറ്റപ്പെട്ടു പോയി എന്നും വിചാരിക്കുന്ന മനുഷ്യരും അല്ല, നമ്മുടെ പ്രൈഡും പിടിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയുന്ന, തിരിച്ചു പോയാൽ പിന്നെയും നമ്മുടെ രാജ്യ അതിർത്തികൾ തുറക്കപ്പെടുകയും നമ്മുടെ സുരക്ഷിതത്വം നഷ്ടപ്പെടും, നമ്മുടെ അന്തസ് നഷ്ടപ്പെടും വിചാരിക്കുന്ന കുറേ മനുഷ്യന്മാർ തമ്മിലുള്ള ഡിവൈഡ് ഉണ്ടായിരിക്കുകയാണ്. സോ ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ച് അതിൻ്റെ സമീപകാലത്ത് അത് എടുത്തിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തപൂർണ്ണമായിട്ടുള്ള ഒരു സംഗതിയാണ് ഇറങ്ങിപ്പോകാനുള്ള തീരുമാനം. ആ തീരുമാനം തന്നെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടതാണെന്നുള്ള വലിയ ആക്ഷേപം അവിടെയുണ്ട്. കാരണം എങ്ങനെയും ബ്രെക്സിറ്റ് സാധ്യമാക്കി പുറത്തിറങ്ങി നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കാം എന്ന് പറയുന്ന സംഗതി മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റിസൾട്ടാണ് എന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല തിരിച്ചു പോകാൻ പറ്റുമെന്ന്. അവർ പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു. അതൊരു ദുരന്തമായിരുന്നു. ആ ദുരന്തത്തിൽ നിന്ന് കരകയറാൻ ഇപ്പോൾ ലേബർ പാർട്ടി ഗവൺമെൻറ് എന്തൊക്കെയോ തരത്തിലുള്ള റീസെറ്റ് അജണ്ടാസ് കൊണ്ടുവന്നിട്ട് അവർ യൂറോപ്യൻ യൂണിയനുമായിട്ട് മെച്ചപ്പെട്ട ധാരണ ഉണ്ടാക്കി പോകാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇത് ലോകത്തിനൊരു പാഠമാണ്. യൂറോപ്യൻ യൂണിയനകത്ത് നിൽക്കുന്ന മറ്റ് രാജ്യങ്ങൾക്ക് പാഠമാണ്. വംശീയവാദികളായ മനുഷ്യർ, ഈ പരിധി വിട്ട അതിദേശീയവാദം ഉയർത്തുന്ന ആളുകൾ, പഴയ പ്രൈഡ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ രാജരക്തം, റോയൽ ബ്ലഡ് ആണല്ലോ പറയുമ്പോൾ, നമ്മളെന്തിനാണ് യൂറോപ്യൻ യൂണിയനിലേക്ക് കണ്ടവന്മാർക്കെല്ലാം എവിടെ ഒന്ന് കയറാൻ അവസരം എടുക്കുന്നു എന്ന ചിന്തയുള്ള ആൾക്കാർ. അപ്പോൾ ഇത്തരത്തിൽ മനുഷ്യരെ ഒന്നു ചേർന്ന് മാത്രമേ, കൂടിക്കലർന്നുകൊണ്ടും ചേർന്നുകൊണ്ടും മാത്രമേ മനുഷ്യൻ മുന്നോട്ട് സഞ്ചരിക്കാനും പറ്റുള്ളൂ, ഉയരാനും പറ്റുള്ളൂ. ആ കോൺസെപ്റ്റിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറങ്ങി ഒറ്റയ്ക്ക് നിൽക്കുന്ന നിങ്ങൾ എവിടെ എത്താൻ പോകുന്നില്ല എന്നുള്ള ഒരു ചരിത്രപരമായ പാഠം മാനവരാശിക്കാകുകയും യൂറോപ്യൻ യൂണിയനുമുള്ള ഒന്നാണ്. ബ്രിട്ടൻ അതിൻ്റെ ഇരയാണ്. പക്ഷേ ബാക്കിയുള്ളവർ അതിൽ നിന്ന് പാഠം പഠിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. തിരിച്ചു പോലെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ യൂറോപ്യൻ യൂണിയനുമായി ചേരുക, അവരോട് സഹകരിച്ച് നിൽക്കുക എന്ന യാഥാർത്ഥ്യത്തെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പിലേക്ക് കയറി നിൽക്കാൻ ബ്രിട്ടൻ നിർബന്ധിതമായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ശരിയായ സംഗതി. യെസ്, അപ്പോൾ ഇറങ്ങിപ്പോക്ക് എളുപ്പമുള്ള കേസായിരുന്നു വെച്ചാൽ അവിടുത്തെ ഹിതപരിശോധന, അതിലെ മാനിപ്പുലേഷൻ, അതൊക്കെ എളുപ്പമുള്ള പ്രോസസ്സായിരുന്നു. പക്ഷേ
യൂറോപ്യൻ യൂണിയനിലേക്കുള്ള UK-യുടെ തിരിച്ചുപോക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിൻ്റെ പാപഭാരം എല്ലാ കാലത്തും ആ രാജ്യം പേറും ആ ജനങ്ങളും പേറും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല.